ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആവിയിലാണ് നമ്മൾ പഴം പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ പഴം ഇപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. 2 പഴം ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി വേറെ ആവശ്യത്തിനും കൂടെ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഒന്നിച്ച് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എല്ലാ പഴങ്ങളും ത്തിൻ്റെ കഷ്ണങ്ങളും നമ്മൾ തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10-15 പഴത്തിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ വേവുന്നത്. അപ്പോൾ ഈ ഒരു പഴം കുറച്ച് മെലിഞ്ഞ പഴം ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒക്കെ മതി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ദാ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് അളവിൽ മാത്രം വെള്ളം മതിയാവും ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാവ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴം ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 പഴം എടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു പഴത്തിൻ്റെ നടുക്കിൽ വരുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, പഴത്തിൻ്റെ അരി, അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഒഴിവാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പഴം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മധുരം കൂടുതൽ വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. ഇനി നമ്മുടെ മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു മാവ് 1/2 കപ്പ് മൈദ മാത്രമല്ലേ ഉള്ളൂ കുഴച്ചെടുത്തിട്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 1 കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് ചെറിയ ഒരു പോർഷൻ ആയതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട, ചെറിയൊരു കനത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പലകയിലും അതുപോലെ റോളറിലും കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനൊന്നും ആക്കി കൊടുത്തിട്ടില്ല. നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലൊന്നുമല്ല കേട്ടോ മാവ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വെള്ളമൊക്കെ കൂടുതലായിട്ട് ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരു കനത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊരു തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ പഴം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം.
ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിലാണെന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പഴത്തിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ അത് കളർ മാറിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മാവിൽ വേണമെങ്കിലും നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്